പെഡൽ ബോട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ കയാക്കിംഗ് ബോട്ടുണ്ട്. അങ്ങനെ പല ബോട്ടുകളുണ്ട്. ഇതിപ്പോൾ നല്ല പരിചയമില്ലാത്തവർക്ക് നമ്മളൊരാൾ ഇതിൽ വരും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ അവരെ കൂടെ സഹായത്തോടെ നിങ്ങൾക്ക് പോവാം. അതിൻ്റെ വില ടിക്കറ്റ് നിരക്ക് ഞാൻ ഇതിൽ നമ്മൾ കൊടുക്കുക. ഇത് നമ്മൾ ചോദിച്ചിട്ട് നമുക്ക് ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ നോമ്പൊക്കെ കഴിഞ്ഞ് പെരുന്നാളൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാവും. പിന്നെ വൈകുന്നേരം നല്ല തിരക്കാവും തോന്നുന്നു. ഓക്കെ, അഭിപ്രായങ്ങൾ ചോദിച്ചറിയാം. എങ്ങനെയുണ്ട് പാകം? അടിപൊളി സ്ഥലം. എൻജോയ് ചെയ്യണല്ലേ? അപ്പം ഇനി സ്കൂൾ കുട്ടി ഇടക്കിടക്ക് വരും അല്ലേ? എന്താ പേര്? എന്താ എക്സാമൊക്കെ കഴിഞ്ഞാ? ഇനി എത്ര ഉണ്ട്? ഓക്കെ അനക, താങ്ക് യു. എന്താ പേര്? അനയ. എന്ത് പറഞ്ഞു? സുഖം തന്നെ? അടിപൊളിയല്ലേ? കളിക്കാനൊക്കെ ഉഷാർ തന്നെ? ഇത് തൊട്ടടുത്ത് തന്നെ ആകാൻ സന്തോഷമല്ലേ? അപ്പോൾ ഇടയ്ക്കൊക്കെ വരാം. ഓക്കെ, താങ്ക് യു. നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ? ഏതാ ചാനലിൻ്റെ പേരൊന്നും ചോദിച്ചറിയൂ. ഓൾവേസ് മുത്തു ബ്ലോഗ്. ഓക്കെ, താങ്ക് യു. വരുന്ന കുട്ടികളോടൊന്ന് ചോദിച്ചറിയാം. എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? സുഖല്ലേ? എന്താ പേര് മൂന്നാളെ? അനാബിക. എന്താ എക്സാമൊക്കെ കഴിഞ്ഞോ? എങ്ങനെയുണ്ട് ഇവിടെയൊക്കെ നമ്മളെ ഫീലിങ്സ്? അടിപൊളിയാണോ? നിങ്ങളെ വീടൊക്കെ എവിടെയാണ്? ഇവിടെ അടുത്ത് തന്നെയാണ് വീട്. അപ്പം ഇങ്ങനെ ദൂരത്തേക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് നേരം പോക്കിനൊക്കെ ഇവിടെ വന്നിരിക്കാം അല്ലേ? അപ്പം നമ്മൾ സാധ്യത അല്ലേ? എവിടെയും പോകേണ്ട ആവശ്യമില്ല. നമ്മളെ ഈ തൂക്കുപാലം, പുളിക്കക്കടവ് തൂക്കുപാലം ഇവിടെ വന്നാൽ മതി. ഇവിടെ എല്ലാ എൻജോയ്മെൻറ്റും ഉണ്ട്. ഓക്കെ, ബി ഹാപ്പി, എൻജോയ് യുവർ ലൈഫ്. അപ്പോൾ നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾവേസ് മുത്തു ബ്ലോഗ്. ഓക്കെ, പിന്നെ ഇൻസ്റ്റയിലുണ്ട് ഓൾവേസ് മുത്തു. ഇതൊക്കെ ഫേമസ് ആണ്. താങ്ക് യു. ഇത് നമ്മളെ നിർദ്ദേശങ്ങളാണ്. കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഈ നിർദ്ദേശങ്ങളെല്ലാം പാലിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ സുഹൃത്തുക്കളെ, ഒരു ബോട്ട് യാത്ര നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമുക്ക് ഇവിടെ നമ്മളെ പുളിക്കക്കടവ് തൂക്കുപാലത്തിൽ അവിടെ വന്നാൽ മതി. ഇന്നാണ് ഇത് സ്റ്റാർട്ടപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ നിർദ്ദേശങ്ങളനുസരിച്ച് നമുക്ക് കയാക്കിങ്ങിലും പെഡൽ ബോട്ടിലൊക്കെ കയറാവുന്നതാണ്. ഇപ്പം നമുക്ക് അറിയാത്ത ആൾക്കാരാകുമ്പോൾ ഒപ്പം കൂടെ ഒരാൾ ഹെൽപ്പിനായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ പറയണം, ഞങ്ങൾക്ക് അറിയില്ല, ഒരാളെപ്പം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെൽപ്പിന് ഇതിൻ്റെ സ്റ്റാഫുകൾ ഒപ്പം കൂടും. ഓക്കെ, അപ്പോൾ എല്ലാവരും വരിക. പിന്നെ ഇനി റോപ്പ് വേ ഉണ്ട്, അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിങ്ങനെ മേലെ കയറി പോവുകയാണ്. ഇവിടുത്തെ വിവരങ്ങളൊന്നും അറിയാൻ വേണം. എന്താണ് ഇതിൻ്റെ പരിപാടി എന്നൊക്കെ ഒന്ന് അറിയണ്ടേ?
അല്ല ആദ്യം നിങ്ങൾ പോയിക്കൂടെ, അവിടെ ആരും ഇല്ലല്ലോ. താങ്ക് യു. 10:30 മണിക്ക് എത്താൻ നോക്കും. എല്ലാവരും പറഞ്ഞു. ഞാനും കൂടെ ഒന്ന് റോപ്പ് വേയിൽ കയറാനാണ് ഉദ്ദേശിക്കുന്നത്. എന്താണെന്നറിയില്ല, ഫസ്റ്റാണ്. ഓപ്പറേറ്റർമാരാണ്. എന്താ പേര്? സന്ദീപ്. ജിതിൻ. എവിടെ സ്ഥലം? ആലപ്പുഴ. നിങ്ങൾ എത്ര പേരുണ്ട് ഇവിടെ? 5 പേരുണ്ട്. ഓക്കെ, താങ്ക് യു. ഇത് രാവിലെ വന്നതല്ലേ, അതിപ്പോൾ ഒരു ഭാഗത്തോട് നിന്നാ പോലെ. ഇപ്പോഴത്തല്ലേ ഞാൻ പൊതുവെ കയ്യിൽ വെക്കണ നല്ലതാണ്. ഞാനാ പോണേ. ഞാൻ പോയി ഇപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യാം. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളിപ്പോ ഇക്കരെ വന്ന് അക്കരെ പോവാണ്. പോവാ കാലുവെക്കേ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇപ്പോൾ തിരിച്ചു വന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി തിരിച്ചു വന്നു. സംഗതി നല്ല എക്സ്പീരിയൻസ് തന്നെ കേട്ടോ. എനിക്ക് നല്ല അടിപൊളി ഇഷ്ടപ്പെട്ട്. ഇതാണ് നമ്മളെ സംഭവം. നമ്മളെ പെരുന്നാൾ വിഷുവൊക്കെ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പുളിക്കക്കടവ് തൂക്കുപാലത്തിൻ്റെ അവിടെയാണ്. ഇതുകൂടാതെ സൈക്ലിങ്, അഡ്വഞ്ചർ, അതുപോലെ കയാക്കിങ്, പെഡൽ ബോട്ട്, എല്ലാ സംഭവവും ഉണ്ട്.